വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 6-7 വചനങ്ങൾ. 1 Peter chapter 5 verses 6 and 7. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ. വായിക്കാം പാസ്റ്ററെ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ഇവിടെ 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-7 വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിക്കുവീൻ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗോഡ്സ് പെർഫെക്റ്റ് ടൈമിംഗ്, ദൈവത്തിന്റെ കൃത്യമായ സമയം, ദൈവത്തിന്റെ നിശ്ചയിക്കപ്പെട്ട സെറ്റ് ടൈം, ആ കൃത്യ സമയം. 2, ആ കൃത്യമായ സമയത്ത് നാം ഉയരപ്പെടണമെങ്കിൽ, ദൈവത്തിന് നമ്മളെ കരുതുവാൻ കഴിയണമെങ്കിൽ, ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് ടൈമിൽ നാം ബ്ലെസ്ഡ് ആയി തീരണമെങ്കിൽ, നാം അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണ് ഇരുന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാകണം. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്തകളും ആകുലതകളും അവന്റെ മേൽ നിങ്ങൾ ഇട്ടുകൊള്ളുവീൻ. 7-ാമത്തെ വാക്യത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, മനുഷ്യനിൽ വിവിധ തരത്തിലുള്ള ചിന്തകളുണ്ട്. നാം പലതിലും ആകുലചിത്തരാണ്. എന്നാൽ ദൈവപൈതലേ, നിന്റെ സകല ചിന്തകളെയും നിന്റെ സകല ആകുലതകളെയും ഇന്ന് ഈ രാത്രിയിൽ സ്വീകരിക്കുവാൻ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ എടുക്കുവാൻ, നിന്റെ സകല ഭാരവും എന്റെ മേലിട്ടുകൊള്ളുക, ഞാനതിനെ ചുമന്നുകൊള്ളാം എന്ന് പറഞ്ഞ ദൈവം നിന്റെ ചിന്താകുലതകളെ, ആകുലതകളെ, ചിന്തകളിൽ വെളിപ്പെടുന്ന സകല ഭയങ്ങളെ, തിന്മകളെ സ്വീകരിക്കുവാൻ നിങ്ങളുടെ അരികിൽ യേശു വന്നിരിക്കുന്നു. അത് കർത്താവിന് കൈമാറുവാൻ ഇന്ന് രാത്രിയിൽ നിങ്ങൾ തയ്യാറാകുക. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ അതിലൊരു ഉറപ്പ് വേണം. അതിലൊരു ഉറപ്പ് വേണം. എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്റെ കുടുംബത്തെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്റെ തലമുറയെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്റെ നാളുകളിൽ എനിക്ക് വേണ്ടുന്നതെല്ലാം കരുതുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അവൻ എനിക്കായി കരുതുന്ന ദൈവം. നമുക്കറിയാം, വിശുദ്ധ തിരുവചനത്തിനകത്ത് സർവശക്തനാകുന്ന ദൈവത്തിന് വിവിധ നാമങ്ങൾ പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്നു, വിവിധ പേരുകൾ കൊടുത്തിരിക്കുന്നു. ഇന്ന് നമ്മളൊരു ഗാനം ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് പാടി, യഹോവ ഇരേ, ദാതാവാം ദൈവം നീ മാത്രം മതി. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം. അപ്പോൾ ജഹോവ ജൈറ, ദൈവം നമ്മളെ കരുതുന്നു. ജഹോവ റാഫ, അവൻ നമ്മെ സൗഖ്യമാക്കുന്ന യഹോവയായിരിക്കുന്നു. ജഹോവ ഷമ്മ, അവൻ നമ്മോട് കൂടെയിരിക്കുന്നു. ജഹോവ ശലോം, അവൻ നമ്മുടെ സമാധാനമായിരിക്കുന്നു. ജഹോവ നിസി, അവൻ നമുക്ക് ജയത്തിന്റെ കൊടി ഉയർത്തുന്നു. ജഹോവ റോഹീം, അവൻ നല്ല ഇടയനായി നമ്മളോട് കൂടെയിരിക്കുന്നു. ജഹോവ ഇമ്മാനുവേൽ, അവൻ നമ്മോടൊപ്പമുള്ള ദൈവമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ അവൻ ജഹോവ സിഖ്നോ, അവൻ എന്റെ നീതിയായ ദൈവമായിരിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ പേരുകൾ അവന് തിരുവചനത്തിൽ കൊടുത്തിരിക്കുമ്പോൾ തന്നെ എന്താണോ അവന്റെ നാമം, അവന്റെ പ്രവൃത്തിയും അത് തന്നെയാണ്. എന്താണോ അവന്റെ പേര്, അവന്റെ പെരുമാറ്റവും അങ്ങനെയാണ്. പേരുപോലെ തന്നെ പെരുമാറുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ സേവിക്കുന്ന ദൈവമാണ്. യഹോവ റാഫ, അവൻ സൗഖ്യദായകനാണ്. അവന്റെ പെരുമാറ്റങ്ങൾ സൗഖ്യമാക്കിക്കൊണ്ടാണ്. ജഹോവ ജൈറ, അവൻ കരുതുന്ന ദൈവമാണ്. അവന്റെ പെരുമാറ്റങ്ങളിൽ ഞാനൊരു കരുതൽ കാണുന്നു പ്രിയരെ. ജഹോവ നിസി, അവൻ ജയത്തിന്റെ കൊടി ഉയർത്തുന്നവനാണ്. അവന്റെ പെരുമാറ്റങ്ങളിൽ ഏത് പരാജിതനെയും ഉയർത്തുന്ന ഒരു ദൈവസ്നേഹം ഞാൻ കാണുന്നു പ്രിയരെ. അവൻ അത്ഭുത മന്ത്രി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ അത്ഭുതങ്ങളെ, എന്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. യേശു വീരനാം ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണ്. യേശു സമാധാന പ്രഭു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ
അസമാധാനത്തിൽ നിൽക്കുന്ന നിന്റെ ജീവിതത്തിൽ അവൻ സമാധാനം നൽകുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവെന്ന് എവർ ലാസ്റ്റിംഗ് ഫാദർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ പിതാക്കന്മാരും നിന്നെ മറന്നാലും നിന്നെ മറക്കാത്ത പിതാവായി അവൻ നിലകൊള്ളുന്നവനാണ്. അന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എന്റെ ദൈവം കരുതുന്നവൻ, എന്റെ ദൈവം എന്നെ നയിക്കുന്നവൻ, എന്റെ ദൈവം എന്റെ നീതിയായവൻ, എന്റെ ദൈവം എന്റെ ജയക്കൊടിയായവൻ, എന്റെ ദൈവം എന്റെ സൗഖ്യദായവൻ, എന്റെ ദൈവം എന്നെ വിശുദ്ധീകരിക്കുന്നവൻ, എന്റെ ദൈവം എന്റെ ഇടയനായവൻ, എന്റെ ദൈവം എന്റെ ഒപ്പം നിൽക്കുന്നവൻ എന്ന ഉറപ്പുണ്ടെങ്കിൽ ആ കൈകളെ ഒന്ന് ഉയർത്തി എവിടെ ഇരുന്നാണെങ്കിലും ഒന്ന് സ്തോത്രം ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ. ഇതിൽ പത്രോസ് അപ്പോസ്തലനാണ് തന്റെ ലേഖനത്തിനകത്ത് കരുതുന്ന ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി 2 വാക്യശകലങ്ങൾക്കകത്ത് ആഴമേറിയ വെളിപ്പാടുകൾ കൊണ്ട് നിറച്ചിരിക്കുന്നത്. ഒന്നാമതായി, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിനെന്ന പദം ഞാനൊന്ന് എടുക്കുകയാണ്. തക്ക സമയത്ത് ഉയർത്തുവാൻ. അവിടെ ആ സമയം എന്ന് പറയുന്നത് എന്റെ സമയമല്ല, നിങ്ങളുടെ സമയമല്ല, മറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ സഹപാഠികളുടെയോ സഹോദരങ്ങളുടെയോ കുടുംബാംഗങ്ങളുടെയോ സഹവിശ്വാസികളുടെയോ സമയമല്ല. The perfect time of God, God's perfect timing, ദൈവത്തിന്റെ കൃത്യമായ സമയം. അങ്ങനെ ഒരു സമയമുണ്ട്. അതാണ് യോഹന്നാൻ 5:4 നാം വായിക്കുന്നത്. പ്രിയരെ, ബെഥേസ്ത എന്ന കുളക്കരയിൽ കിടന്ന ആ രോഗി യേശു ക്രിസ്തുവിനോട് പറയുന്നത് ഇങ്ങനെയാണ്: അതത് സമയത്ത് ഒരു ദൂതൻ വന്ന് കുളം കലക്കും. ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചിരുന്നവനാണെങ്കിലും സൗഖ്യം പ്രാപിക്കും. അതത് സമയത്ത് ദൂതൻ വന്ന് കുളം കലക്കും. ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനെങ്കിലും അവനിൽ സൗഖ്യമുണ്ടാകും. അതത് സമയം. ഏതാണ് അതത് സമയം? The perfect timing of God. ദൈവത്തിന്റെ കൃത്യമായ സമയം. ദൈവത്തിന്റെ കൃത്യമായ സമയം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലും യേശു കർത്താവ് കാനാവിലെ കല്യാണ വീട്ടിൽ നിന്നുകൊണ്ട് മറിയത്തോട് പറയുന്നുണ്ട്. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കൃത്യമായ ദൈവത്തിന്റെ ടൈമിംഗ്, കൃത്യമായ ദൈവത്തിന്റെ സമയം. ഇങ്ങനെ ഞാൻ പറഞ്ഞു പോയാൽ ദൈവത്തിന്റെ സമയത്തെക്കുറിച്ച് സവിസ്തരമായി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. എന്നാലും ഞാനൊരു സംഭവം നിങ്ങളുടെ മുമ്പിൽ എടുത്തു വെക്കുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 9, 10, 11, 12 വാക്യങ്ങളാണ്. അതിനകത്ത് നിന്ന് ഞാൻ പറയട്ടെ. യെസ്, പെർഫെക്റ്റ് ടൈമിംഗ്, നെവർ early, never late. God is never in a hurry, but he is always on time. ദൈവം ഒരിക്കലും വൈകി പ്രവർത്തിക്കുന്നവനല്ല, ദൈവം ഒരിക്കലും നേരത്തെയും പ്രവർത്തിക്കുന്നവനല്ല. എല്ലാരും ഒന്ന് പറഞ്ഞേ, ദൈവം വൈകി പ്രവർത്തിക്കാറില്ല, ദൈവം നേരത്തെയും പ്രവർത്തിക്കാറില്ല. ദൈവം തക്ക സമയത്ത്, കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. ഓൺ ടൈം ആണ് ദൈവം. നമ്മൾ പറയത്തില്ലേ, ഫ്ലൈറ്റ് ഓൺ ടൈം ആയിരുന്നു, ട്രെയിൻ ഓൺ ടൈം ആയിരുന്നു. അല്പം പോലും നേരത്തെയും വന്നില്ല, അല്പം പോലും ലേറ്റ് ആയതുമില്ല, കൃത്യസമയമായിരുന്നു. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തിയും, തക്ക സമയം. ഉൽപ്പത്തി 22 9, 10, 11 വാക്യങ്ങൾ. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറക് അടുക്കി, തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന്, അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സത്യം, നമ്മൾ ഈ മെസ്സേജ് പലപ്പോഴും കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ജഹോവ ജൈറ, യഹോവ ഇരേ എന്ന് പറയുന്ന പദത്തിന്റെ ആഴവും അർത്ഥവും മർമ്മവും അടിസ്ഥാനവും എല്ലാം വെളിപ്പെട്ട ഒരു സംഭവമാണ് ഉൽപ്പത്തി 22 നമ്മൾ ഈ വായിച്ച സംഭവം. എന്നാൽ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ കർത്താവിന്റെ ആത്മാവ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് ടൈമിംഗ് ആണ്, കൃത്യസമയമാണ്. ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നു, ദൈവം കൽപ്പിച്ചിരുന്ന ആ സ്ഥലത്ത് അബ്രഹാം മോറിയയിലെത്തി. അവിടെ അബ്രഹാം ഒരു യാഗപീഠത്തെ പണിതു, വിറകുകളെ അടുക്കി, തന്റെ മകൻ ഇസഹാക്കിന്റെ കൈകാലുകൾ കെട്ടി യാഗപീഠത്തിന്റെ മേൽ, വിറകിന്റെ മേൽ കിടത്തി.
നമുക്കറിയാം, വർഷങ്ങളോളം കാത്തിരുന്ന് ദൈവികമായ വാഗ്ദത്വത്തിന്റെ നിവർത്തീകരണം പ്രാപിച്ചെടുക്കുവാൻ ദൈവസന്നിധിയിൽ ഒത്തിരി കാത്തിരുന്ന മനുഷ്യനാണ് അബ്രഹാമും സറയും. ആ കാത്തിരിപ്പുകൾക്കൊക്കെ വിരാമം കുറിച്ചുകൊണ്ട്, ആ കാത്തിരിപ്പുകളൊന്നും നിഷ്ഫലമായി പോകാതെ, നിഷ്ക്രിയമായി പോകാതെ, വാഗ്ദത്തം കാതുകളിൽ മുഴങ്ങിയപ്പോൾ ആ കേട്ട വാഗ്ദത്ത പ്രകാരം വാഗ്ദത്ത സന്തതിയായ ഐസക്കിനെ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനും സാറയ്ക്കും വേണ്ടി കൊടുത്തു. എന്നാൽ അബ്രഹാമിന്റെ അരികിൽ ഒരിക്കൽ താൻ ഓമനിച്ച് വളർത്തിയ, വർഷങ്ങളോളം കാത്തിരുന്ന് പ്രാപിച്ചെടുത്ത ദൈവത്തിന്റെ വാഗ്ദത്ത പുത്രനായ ഇസഹാക്കിനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുമുൻപാകെ യാഗം കഴിക്കുവാൻ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നു. ആ ആവശ്യത്തിന്റെ നടുവിൽ ഏതൊരപ്പനും പകച്ചു പോകണം. കാരണം ലാളിച്ചു കൊതി തീർന്നിട്ടില്ല, ഓമനിച്ച് വളർത്തി കൊതി തീർന്നിട്ടില്ല, കൺകുളിർക്കെ കണ്ട് കൊതി തീർന്നിട്ടില്ല. വർഷങ്ങൾ കാത്തിരുന്ന്, 100ഓളം വർഷങ്ങൾ കാത്തിരുന്ന് ലഭിച്ചതായ ഒരു തലമുറയാണത്. സാറ ആ കുഞ്ഞിനെ ഒട്ടും കൊടുക്കുവാൻ തയ്യാറാകില്ല. ഇതിന്റെ മധ്യയിൽ ദൈവം ഈ മകനെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ആത്മീക മർമ്മം ഉണ്ടായിരുന്നു. അബ്രഹാമേ, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിന്റെ മകനെയാണോ, അതോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണോ? പലപ്പോഴും ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിലും ചെയ്യാറുണ്ട് പ്രിയരെ. ദൈവത്തിന് അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് അറിയണം. ഇന്നെന്നെ കാണുന്ന, സൂമിൽ യൂട്യൂബിൽ കാണുന്ന, സഭയിൽ കാണുന്ന, ഇവിടെ ഇരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവപുരുഷന്മാരോടും കർത്താവിന്റെ മക്കളോടും ഈ മെസ്സേജ് കേൾക്കുന്നവരോടും ഒക്കെ ഞാൻ പറയട്ടെ, ഇടയ്ക്കിടയ്ക്കൊക്കെ സ്വർഗത്തിലെ ദൈവം ഇതൊന്ന് ടെസ്റ്റ് ചെയ്യും കേട്ടോ. നിനക്ക് അവനോടാണോ സ്നേഹം, അതോ ഈ ലോകത്തിലെ മറ്റെന്തിനോടെങ്കിലും ആണോ സ്നേഹമെന്ന്. അവന്റെ സ്നേഹം എപ്പോഴെങ്കിലും അവനോട് കുറഞ്ഞു പോകുമ്പോൾ, ആ സ്നേഹം കുറഞ്ഞു പോയതിന്റെ കാരണങ്ങളിലേക്ക് നിന്നെ തിരികെ കൊണ്ടുവരുവാൻ അവനിടുന്ന പല ചോദ്യ പേപ്പറുകളും നിങ്ങളുടെ മുമ്പിലുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങളുടെ മുമ്പിലുണ്ട്. ചിലരെ എഴുതി അങ്ങ് തോക്കാറുണ്ട്, ചിലരെഴുതി ജയിച്ച് പ്രൊമോഷനിലോട്ട് പോകാറുണ്ട്. എഴുതി തോറ്റവരുടെ എണ്ണമാ കൂടുതൽ, പക്ഷെ ജയിച്ചു കയറിയവർ പലരും അടുത്ത ലെവലിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. അതുതന്നെയാണ് അബ്രഹാമിന്റെ ജീവിതത്തിലും സംഭവിച്ചത്. ഒരു ചോദ്യം അവന്റെ മുമ്പിൽ വരികയാണ്, എന്നെ സ്നേഹിക്കുന്നുവോ, നിന്റെ ഏകമകനെ സ്നേഹിക്കുന്നുവോ? ആ ചോദ്യത്തിന്റെ മുൻപിൽ സാറായോട് പോലും ചോദിക്കാതെ, സാറയാണ് അബ്രഹാമിനെ പ്രസവിച്ചത്, ഇസഹാക്കിനെ പ്രസവിച്ചത്, സാറയാണ് അവന് ജന്മം കൊടുത്തത്, സാറയാണ് ആ കുഞ്ഞിനെ വളർത്തിയത്. അബ്രഹാമിനും സാറയ്ക്കും ലഭിച്ച ഈ കുഞ്ഞ് അവരുടെ പൊന്നോമനയാണ്. ആ കുഞ്ഞിനെ യാഗം കഴിക്കുവാൻ മോറിയ മലയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ബൈബിൾ നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, അബ്രഹാം ഒരു കാരണവശാലും സാറയോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല. മകനെ എനിക്ക് തരുമോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടില്ല പ്രിയരെ. എന്താ അതിന്റെ കാരണം? സാറയാണ് കുഞ്ഞിനെ പ്രസവിച്ചതെങ്കിലും, സാറയാണ് ഇസഹാക്കിനെ വളർത്തിയതെങ്കിലും, സാറയുടെ പൊന്നോമന പുത്രനെങ്കിലും സാറയോട് അബ്രഹാം ചോദിക്കുന്നില്ല ദൈവത്തിന് ഈ മകനെ ബലി കൊടുക്കാൻ പോകുന്നു എന്ന്. കാരണം അബ്രഹാമിന് ഉടമ്പടി ഉള്ളത് ആരാധനയുടെ വിഷയത്തിൽ ആരോടുമല്ല, സാറയോടല്ല, ഭാര്യയോടല്ല, അനന്തരവനോടല്ല, ലോത്തിനോടല്ല, കുടുംബക്കാരോടല്ല, തന്റെ ബാല്യക്കാരോടും ശുശ്രൂഷകരോടുമല്ല. അബ്രഹാമിന് ഉടമ്പടി ഉള്ളത് ദൈവത്തോടാണ്. അബ്രഹാം ഉടമ്പടി ചെയ്തിരിക്കുന്നത് തന്നെ ഏകനായി വിളിച്ച് അനുഗ്രഹിച്ച ദൈവത്തോടാണ്. അതേ പ്രിയരെ, ഇന്ന് ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കും നിങ്ങൾക്കും ബന്ധമുള്ളത്, എനിക്കും നിങ്ങൾക്കും ഉടമ്പടി ഉള്ളത്, ഞാനും നിങ്ങളും കണക്റ്റഡ് ആയിരിക്കുന്നത് സർവശക്തനാകുന്ന ദൈവത്തോടാണ്. ആ ദൈവത്തോടുള്ള ഉടമ്പടി ബന്ധത്തിൽ നാം തഴച്ചു വളരുന്നവരായി തീരണം. ആ ഉടമ്പടി ബന്ധത്തിൽ തഴച്ചു വളരുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയമാണ്. പലരും ആർക്കൊക്കെയോ വേണ്ടി അവരുടെ വിശ്വാസം അടിയറവ് പറഞ്ഞില്ലേ? വ്യക്തികളെ പ്രസാദിപ്പിക്കുവാൻ, സംഘടനകളെ പ്രസാദിപ്പിക്കുവാൻ, മതനേതാക്കന്മാരെ പ്രസാദിപ്പിക്കുവാൻ, കുടുംബക്കാരെ പ്രസാദിപ്പിക്കുവാൻ, നാട്ടുകാരെ പ്രസാദിപ്പിക്കുവാൻ നിന്നെ പോരാടി പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയി പരാജയപ്പെടുത്തിയ പിശാചിനെ സന്തോഷിപ്പിക്കുവാൻ
പലരും വിശ്വാസ ജീവിതം അടിയറവ് പറഞ്ഞ സാഹചര്യത്തിൽ അബ്രഹാമിനെ നോക്കൂ. തന്റെ മകനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇസഹാക്കിനെ പ്രസവിച്ച സാറയോട് ഒരിക്കലും അബ്രഹാം അനുവാദം ചോദിക്കുന്നില്ല. ആരാധനയുടെ വിഷയത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ഉടമ്പടിയിൽ അബ്രഹാമിന് ആരെയും ഒന്നും തെളിയിക്കാനില്ല, ആരുടെയും അനുവാദം ചോദിക്കുവാനുമില്ല. അബ്രഹാമിന് എന്തെങ്കിലും തെളിയിക്കുവാനുണ്ടെങ്കിൽ അത് മനുഷ്യരോടല്ല, തന്നെ വിളിച്ച ദൈവത്തിന്റെ മുൻപാകെയാണ്. ആ മോറിയ മലമുകളിലെത്തി. അവിടെയെല്ലാം നടന്ന് വിറകുകൾ അബ്രഹാമിന്റെ പക്കലുണ്ടായിരുന്നു. അവിടെ എല്ലാം നടന്ന് കല്ലുകൾ താൻ പെറുക്കിയെടുത്തു. ആ കല്ലുകൾ അബ്രഹാം അവിടെ നിന്നെല്ലാം പെറുക്കിയെടുത്ത് ഒരു യാഗപീഠം പണിയുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്കറിയാം, മോറിയാമല എന്ന് പറയുന്നത് വലിയൊരു ഭൂപ്രദേശമൊന്നും അല്ല, ഒരു ചെറിയ സ്ഥലമാണ്, ഒരു ചെറിയ മൗണ്ടനാണ്. ആ മൗണ്ടൻ മുഴുവൻ നടന്ന് അബ്രഹാം കല്ലുകളെ പെറുക്കിയിട്ടും മുൾപടർപ്പിന്റെ ഇടയിൽ സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി കരുതിയിട്ടിരുന്ന കുഞ്ഞാടിനെ അബ്രഹാമിന് കാണുവാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ആ ആടിന്റെ കരച്ചിൽ അവന് കേൾക്കുവാനും കഴിഞ്ഞില്ല. ഒന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല. ആട് കുരുങ്ങിക്കിടന്ന മുൾപടർപ്പിന്റെ അരികിൽ നിന്ന് വരെ ഒരു പക്ഷേ അബ്രഹാം കല്ലുകളെ പെറുക്കിക്കൊണ്ടുപോയി യാഗപീഠം പണിത് കാണാം. യാഗപീഠം പണിതു, കൊണ്ടുവന്ന വിറകുകൾ ഓരോന്നും അടുക്കി കയറ്റി. ഇതിന്റെ ഇടയിൽ മോനൊരു ചോദ്യം ചോദിച്ചായിരുന്നു, ഇസഹാക്ക്, അപ്പാ, വിറകും കത്തിയും തീയും ഒക്കെ കാണുന്നു, പക്ഷെ യാഗത്തിനുള്ള മൃഗം എവിടെയാണ്? ആ ചോദ്യത്തിന്റെ മുമ്പിലാണ് പത്രോസൊക്കെ ഇത് പറയുന്നതിന് മുൻപേ അബ്രഹാം വിളിച്ചു പറഞ്ഞത്, യഹോവ കരുതിക്കൊള്ളും, യഹോവ ഇരേ, ദൈവം കരുതിക്കൊള്ളും. ഇന്നും ഈ രാത്രിയിൽ അബ്രഹാമിന്റെ മക്കൾ എന്നെ കേൾക്കുന്നുണ്ടോ? ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ അബ്രഹാമിയ സന്തതികൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് നിങ്ങളെ സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കുന്നവനായ ദൈവം നിങ്ങളെ കരുതിക്കൊള്ളുമെന്ന് ഉറപ്പുണ്ടോ? ആ യാഗപീഠത്തിന്റെ മുകളിലേക്ക് ഇസഹാക്കിനെ അബ്രഹാം എടുത്തു കിടത്തി. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് അതിന്റെ 11-12 വാക്യങ്ങൾ. വിറകുകളെ അടുക്കുമ്പോൾ, ശ്രദ്ധിക്കുന്നവർ, എന്നെ കേൾക്കുന്നവർ ഇതൊന്ന് ഏറ്റെടുക്കണം. കല്ലുകളെ പെറുക്കി യാഗപീഠം പണിയുമ്പോൾ അബ്രഹാമിനോട് ദൈവം ഇടപെടുന്നില്ല. വിറകുകളെ അടുക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം ഇടപെടുന്നില്ല. ഇസഹാക്കിന്റെ കൈകാലുകൾ കെട്ടി വരിഞ്ഞു മുറുക്കി അതിന്റെ മുകളിലോട്ട് എടുത്ത് കിടത്തുമ്പോൾ ദൈവം അബ്രഹാമിനോട് ഇടപെടുന്നില്ല. എന്നാൽ അരയിൽ കിടന്ന ഉറയിൽ നിന്ന് കത്തി ഊരി മകന്റെ മാറ് പിളർക്കുവാൻ ഊങ്ങുന്ന സമയത്ത് കത്തിക്കും ഇസഹാക്കിനും ഇടയിൽ, ആ ഗ്യാപ്പിൽ, ആ മൊമെന്റിൽ, ആ ടൈമിംഗ്, അതാണ് ഗോഡ്സ് പെർഫെക്റ്റ് ടൈമിംഗ്. അതാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃത്യ സമയം. ഹല്ലേലൂയ. കത്തിക്കും ഇസഹാക്കിനും ഇടയിൽ ദൈവം സംസാരിക്കുന്നു. അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്നവൻ പറഞ്ഞു. 12-ാമത്തെ വാക്യത്തിൽ, ബാലന്റെ മേൽ കൈവെക്കരുത്, അവനോടൊന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്നവൻ അരുളി ചെയ്തു. പ്രിയപ്പെട്ടവരെ, എത്ര ശക്തമേറിയ, എത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈമിംഗ് ആണിത്. ദൈവത്തിന്റെ ടൈമിംഗ് എങ്ങനെയാണ്? അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ. ആ ആക്യുറേറ്റ് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള സമയം. ഇന്ന് ഏതൊക്കെയോ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർ, ഏതൊക്കെയോ വിഷയങ്ങളിൽ ആകുലപ്പെട്ടിരിക്കുന്നവർ, ഏതൊക്കെയോ വിഷയങ്ങളിൽ വളരെ 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 നിരാശയോടുകൂടെ എന്നെ കേൾക്കുന്നവർ, മക്കളെ, എന്തെങ്കിലും ലേറ്റ് ആയി പോയെന്ന് ചിന്തിക്കുന്നെങ്കിൽ കർത്താവ് നിന്നോട് പറയുന്നു, ലേറ്റ് ആയിട്ടില്ല.
എന്തെങ്കിലും നേരത്തെ ആയി പോയി എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ നേരത്തെയുമായിട്ടില്ല. ദൈവത്തിന്റെ എല്ലാ പ്രവർത്തികളും നിന്നിൽ വെളിപ്പെട്ടത് തക്ക സമയത്തായിരുന്നു. ഇനി വെളിപ്പെടാൻ പോകുന്നതും തക്ക സമയത്തായിരിക്കും. ഒരാമീൻ പറഞ്ഞേ അതിനു വേണ്ടിയിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയുടെ കാലത്തിലേക്ക് വന്നേ. ദൈവത്തിന്റെ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിനെ, അല്ലെങ്കിൽ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈമിങ്ങിനെ, കൃത്യസമയത്തെ ഞാൻ നിങ്ങൾക്ക് അവിടെ കാണിക്കാം. പുറപ്പാട് 14:13-14 വാക്യങ്ങളിൽ പറയുന്നു, അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ എന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. മിസ്രയീമിൽ നിന്ന്, ഈജിപ്തിന്റെ അടിമത്വത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. നമുക്കറിയാം, മുന്നോട്ട് പോകുവാൻ കഴിയാതെ ആർത്തലയ്ക്കുന്ന സാഗരത്തിന്റെ തിരകൾ. ചെങ്കടൽ എന്ന പേര് വരാൻ കാരണം എന്നാണെന്നറിയാമോ? റെഡ് കളറിലുള്ള റെഡ് സീ എന്നുള്ള പേര് വരാൻ ഒരു കാരണമുണ്ട്. ഇന്നും നമുക്ക് ആ കാരണം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ കടലിന് ചുറ്റും നിൽക്കുന്ന എല്ലാ പർവ്വതങ്ങൾക്കും ചുവന്ന കളറാണ്, ചെങ്കല്ലുകളാണ്, ചുവന്ന മണ്ണാണ്. സൂര്യന്റെ കിരണങ്ങൾ ആ പർവ്വതങ്ങളിൽ തട്ടി സാഗരത്തിലേക്ക് അടിക്കുമ്പോൾ അതിന്റെ ചില ഭാഗങ്ങളെല്ലാം ചുവന്നതായി തോന്നും. അതുകൊണ്ടാണ് അതിന് ചെങ്കടൽ എന്ന് പേര് വന്നത് തന്നെ. രണ്ട് വലിയ പർവ്വതങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു സാഗരമാണിത്. ഇപ്പോഴും നമുക്ക് ആ കാഴ്ച അവിടെ കാണാം. ആ പർവ്വതങ്ങൾക്ക് ചുവന്ന കളറാണ്. അതിൽ സൂര്യന്റെ കിരണങ്ങൾ തട്ടുമ്പോൾ ആ കിരണങ്ങൾ ഈ കടലിലേക്ക് പതിക്കപ്പെടുമ്പോൾ അതിന്റെ ചില ഭാഗങ്ങളിലും റിഫ്ലക്ട് ചെയ്യുന്നത് ചുവന്നാണ്, ചെങ്കടൽ. അതിന്റെ മുൻപിലാണ് ഇസ്രായേൽ മക്കൾ ഇപ്പോൾ നിൽക്കുന്നത്. മുന്നിലേക്ക് അവർക്ക് പോകുവാൻ വഴികളില്ല. വാഗ്ദത്ത കനാനിൽ എത്തണമെങ്കിൽ മറുകര എത്തണം. ദൈവം പറഞ്ഞ വഴിയിലൂടെയാണ് ഇവർ യാത്ര ചെയ്തത്. ഇവരിതിന്റെ മുൻപിൽ നിന്നു. പുറകെ ഫറവോനും സൈന്യവും വരുന്നു. അവർ കരുതി ഇതെല്ലാം അവസാനിക്കുന്ന സമയം, ഇതെല്ലാം കഴിയാൻ പോകുന്ന സമയം, എല്ലാം തീരാൻ പോകുന്ന സമയം. പക്ഷേ നമുക്കറിയാം, ആ ചെങ്കടലിന് മുമ്പിൽ ഈ ജനം നിൽക്കുമ്പോൾ അതിന്റെ 29, 30, 31 വാക്യങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിനെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രയീമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേലിൽ കാണുകയും ചെയ്തു. 31 വാക്യം പറയുന്നു, യഹോവ മിസ്രയീമ്യരിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലിൽ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ടു, യഹോവയിലും തന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. എത്ര കൃത്യമായ സമയം! പുറകെ ഫറവോനും സൈന്യവും അടുത്തപ്പോൾ, അവരെ പിന്തുടർന്ന് പിടിക്കുമെന്നുള്ള വക്കിലെത്തിയപ്പോൾ, ചെങ്കടലിനെ വിഭാഗിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഈ ജനത്തെ മറുകരയിലെത്തിക്കുന്നു. അവരെ പിന്തുടർന്ന് കടന്നു വന്ന ഫറവോനെയും സൈന്യത്തെയും അതേ ചെങ്കടലിന്റെ മധ്യഭാഗത്ത് വെച്ച് കടലിനെ ഒന്നാക്കി ചേർത്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യുന്നു. തന്റെ ജനത്തെ സംരക്ഷിച്ച് ദൈവം പുറത്തു കൊണ്ടുവരുന്നു. നിങ്ങൾ ഇത് പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ കൃത്യമായ സമയം, ദൈവത്തിന്റെ കൃത്യമായ സമയം. പിറുപിറുക്കാനുള്ളവനെല്ലാം പിറുപിറുത്തു, വിമർശിക്കാനുള്ളവനെല്ലാം വിമർശിച്ചു, കളിയാക്കാനുള്ളവനെല്ലാം കളിയാക്കി. ഇതൊക്കെ കഴിഞ്ഞേ ദൈവം വരുള്ളൂ. നിനക്ക് പറയാനുള്ളതെല്ലാം നീ പറഞ്ഞു, വിമർശിക്കാനുള്ളതെല്ലാം നീ വിമർശിച്ചോ, പരിഹസിക്കാനുള്ളതെല്ലാം പരിഹസിച്ചോ. സ്തോത്രം. ദൈവം ഉണ്ടോ എന്ന് തന്നെ നീ ഒരുപക്ഷെ അങ്ങ് ചിന്തിച്ചോ. നിന്റെ ചിന്തയും വിമർശനവും പരിഹാസവും പിറുപിറുപ്പും എല്ലാം കഴിഞ്ഞേ ദൈവം വരുന്നുള്ളൂ. ഹല്ലേലൂയ. അതാണ് ഇവിടെ കണ്ടത്, ദൈവത്തിന്റെ കൃത്യമായ സമയം. എന്നാൽ പിറുപിറുക്കാതിരിക്കുന്നതാണ് നല്ലത്, വിമർശിക്കാതിരിക്കുന്നതാണ് നല്ലത്, അവിശ്വസിക്കാതെ വിശ്വസിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, ദൈവത്തെ ചോദ്യം ചെയ്യാതെ വിധേയപ്പെടുന്നതാണ് നിനക്ക് നല്ലത്.
കാരണം എന്റെ ദൈവം കൃത്യമായ സമയത്ത് പ്രവർത്തിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ ആ കൃത്യസമയം എന്നുള്ള വിഷയത്തിൽ ഒന്ന് കത്തിക്കും ഇസഹാക്കിനും ഇടയിൽ സംസാരിച്ച ദൈവത്തെ കാണിച്ചു. 2 ഫറവോനും ചെങ്കടലിനും ഇടയിൽ കൃത്യസമയത്ത് ചെങ്കടൽ തുറന്ന ദൈവത്തെ മോശയുടെ കാലത്ത് കാണിച്ചു. ഇനി മറ്റൊരു സംഭവം ഏലിയാവിന്റെ കാലവുമായി ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കണക്ട് ചെയ്യുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ, അതിന്റെ 12-ാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിക്കുമ്പോൾ 1 രാജാക്കന്മാർ 17:12. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് കിടക്കുന്ന സരഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക. അല്ലേ, അതിനവൻ നിന്റെ ദൈവമായ യഹോവയാണേ. വായിക്കാം. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാറാഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാറാഫത്തിന് പോയി. അവൻ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ, ഒരു കഷണം അപ്പം കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവുമില്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകന് വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാൻ ഇരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് കാണാൻ കഴിയുന്നുണ്ട്. ഏലിയാവ് എന്ന ദൈവപുരുഷനെ സരാഫത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം അയക്കുമ്പോൾ, സരാഫത്തിൽ ഈ വിധവയായ സഹോദരിയുടെ അടുക്കൽ ഏലിയാവ് നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ അവളോട് അല്പം വെള്ളം കുടിക്കുവാൻ ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, യജമാനനെ. അവൾ വെള്ളമെടുക്കാൻ തിരിയുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് കഴിക്കാൻ 2 അടയും ചുട്ടുകൊണ്ടുവരിക. അവൾ പറഞ്ഞു, പ്രവാചകനെ, ഇന്ന് ഞങ്ങളുടെ സ്ഥിതി, ഞങ്ങളുടെ സിറ്റുവേഷൻ വളരെ ബാഡാണ്, മോശമാണ്. കാരണം കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരപ്പവുമില്ല. ഇതാ ഞാൻ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിക്കുവാനിരിക്കുകയാകുന്നു. നിങ്ങൾ ഓർക്കണം, ദൈവത്തിന്റെ കൃത്യസമയം. നിങ്ങൾക്കിത് കഥയായിരിക്കാം, ചരിത്രമായിരിക്കാം, വചനമായിരിക്കാം. പക്ഷേ ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഇത് പലരുടെയും അനുഭവമാണ്, പലരുടെയും ലൈഫാണ്. മരിക്കാൻ തീരുമാനിച്ച സമയത്ത്, ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്ന് ചിന്തിച്ച സമയത്ത്, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ച സമയത്ത്, പിശാചിന്റെ നിരാശയുടെ പടുകുഴിയിൽ മുക്കിയ സമയത്ത്, എത്രയോ സന്ദർഭങ്ങളിൽ ദൈവം തന്റെ ദാസന്മാരെയും തന്റെ വചനത്തെയും തന്റെ ആലോചനകളെയും നിന്റെ അടുക്കൽ അയച്ച്, യൂട്യൂബിലെങ്കിൽ അങ്ങനെ, ഫേസ്ബുക്കിലെങ്കിൽ അങ്ങനെ, വാട്സാപ്പിലൂടെ കിട്ടിയ വീഡിയോ എങ്കിൽ അങ്ങനെ, നേരിട്ടെങ്കിൽ അങ്ങനെ, പ്രാർത്ഥനയിലൂടെങ്കിൽ അങ്ങനെ, എത്രയോ സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ സ്വർഗം നിന്നിൽ വെളിപ്പെടുത്തിയതിനാൽ നീ പോലും അറിയാതെ, താങ്കൾ പോലും അറിയാതെ, സഹോദര സഹോദരി, എത്രയോ പൈശാചിക മണ്ഡലങ്ങളെ, മരണത്തിന്റെ ദുരാത്മാവിനെ, മരണദൂതനെ, പൈശാചിക മണ്ഡലങ്ങളെ തകർത്ത് നിങ്ങൾക്ക് വിടുതൽ നൽകിയിട്ടുണ്ടെന്നറിയുമോ? ഇവിടെയും ഈ സഹോദരി മരിക്കുവാൻ തീരുമാനിച്ചതിന്റെ അന്ന്, ആ കൃത്യസമയത്ത്, എല്ലാരും ഒന്ന് പറഞ്ഞേ, കൃത്യസമയത്ത്. കൃത്യസമയത്ത് എന്നെ നോക്കി ഇരിക്കാനല്ല പറഞ്ഞത്, വാ തുറന്ന് പറഞ്ഞേ, കൃത്യസമയത്ത്, കൃത്യസമയത്ത്, കൃത്യമായ സ്ഥലത്ത് അയക്കേണ്ട പ്രവാചകനെ ദൈവം അയച്ചു. അല്ലേ? ഏലിയാവ് എന്ന് പറയുന്ന ദൈവപുരുഷനല്ലാതെ ഇസ്രായേലിൽ മറ്റാര്, അല്ലെങ്കിൽ ശരഫത്തിൽ മറ്റാര് ഈ സ്ത്രീയുടെ വീട്ടിൽ വന്നാൽ ഇവളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരും. കാരണം അന്ന് ഏലിയാവല്ലാതെ യഹോവയ്ക്ക് മറ്റൊരു പ്രതിനിധി അവിടെ ഇല്ല. ആ കാലഘട്ടത്തിൽ സർവശക്തനാകുന്ന ദൈവത്തിന്റെ പ്രതിപുരുഷനായി, പ്രവാചകനായി ഏലിയാവെന്ന ദൈവപുരുഷൻ ആ ഭവനത്തിൽ, ആ വ്യക്തിയുടെ അരികിൽ വന്നതായിരുന്നു വാസ്തവത്തിൽ ആ സഹോദരിയുടെ ജീവിതത്തിന്റെ വഴിത്തിരിവ് എന്ന് പറയുന്നത്, ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കൃത്യസമയം. അന്ന് ഏലിയാവ് അവിടെ വന്നില്ലെങ്കിൽ, അന്ന് അവളുടെ വീട്ടിൽ ഒരു അത്ഭുതം നടന്നില്ലെങ്കിൽ, അന്ന് ഈ പറയപ്പെട്ട സംഭവം അവിടെ ഉണ്ടായില്ലെങ്കിൽ, ആ കുടുംബത്തിൽ
2 മരണങ്ങൾ നടക്കുകയാണ്. ആ സ്ത്രീയും കുഞ്ഞും മരിക്കുകയാണ്. എങ്ങനെയാണ് മരിക്കുന്നത്? ആത്മഹത്യ ചെയ്യാണ്. ആത്മഹത്യ ചെയ്തവൻ സ്വർഗത്തിൽ പോവോ? ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും അവൻ പോകില്ല. അവൻ നിത്യനരകത്തിൽ നിബന്ധിക്കും. അവന്റെ ആത്മാവ് നിത്യനരകത്തിൽ പ്രവേശിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവർ ഓർക്കണം, അവൾക്ക് എത്ര വിടുതലാ ലഭിച്ചത്. അവളുടെ ഭൗതിക വിഷയത്തിന് വിടുതലുണ്ടായി. ഏറ്റവും പ്രധാനമായി അവളുടെ ആത്മാവിന് വിടുതലുണ്ടായി. ആത്മാവിന്റെ വിടുതലല്ലേ ഏറ്റവും വലുത്? ആത്മാവിന്റെ രക്ഷയല്ലേ ഏറ്റവും വലുത്? അതും ആ സഹോദരിക്ക് ലഭ്യമാകുവാനിടയായി. അങ്ങനെയാണെങ്കിൽ ഏലിയാവിന്റെ കാലത്ത് സരഫത്തിലെ വിധവയുടെ വീട്ടിലും സംഭവിച്ചത് ദൈവത്തിന്റെ കൃത്യസമയമായിരുന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ സംഭവിച്ചത് ദൈവത്തിന്റെ കൃത്യസമയമായിരുന്നു. ബെഥേസ്ദ കുളക്കരയിൽ സംഭവിച്ചത് ദൈവത്തിന്റെ കൃത്യമായ സമയമായിരുന്നു. മോറിയാമലയിൽ സംഭവിച്ചത് ദൈവത്തിന്റെ കൃത്യമായ സമയമായിരുന്നു. ചെങ്കടലിന് മുമ്പിൽ സംഭവിച്ചത് ദൈവത്തിന്റെ കൃത്യമായ സമയമായിരുന്നു. എലീശയുടെ കാലം, ഏലിയാവ് കഴിഞ്ഞ് എലീശയുടെ കാലം. എലീശയുടെ കാലത്തിലേക്ക് വരുമ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശായോട് പറയുകയാണ്, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് യഹോവഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരന്റെ മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു. കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് അടിമകളാക്കുവാൻ വീട്ടിൽ കടക്കാർ കയറിയിറങ്ങുമ്പോൾ, ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ, എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുമ്പോൾ കൃത്യസമയത്ത് ദൈവപുരുഷനായ എലീശായെ ആ ഭവനത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം അയക്കുകയാണ്. എലീശ എന്ന പ്രവാചകൻ അന്ന് ആ സഹോദരിയുടെ വീട്ടിൽ വന്നില്ലെങ്കിൽ അവളുടെ കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചു കെട്ടിക്കൊണ്ട് അടിമകളായി കൊണ്ടുപോകും. നമ്മൾ ഇന്നലത്തെ മെസ്സേജിൽ കേട്ടു, നയമാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ കാലഘട്ടത്തിൽ സിറിയയിൽ അടിമയായി പിടിച്ചുകൊണ്ടുവന്ന ഒരു പെൺകുട്ടിയിലൂടെ ആയിരുന്നു നയമാൻ എന്ന് പറയുന്ന മനുഷ്യൻ എലീശ എന്ന പ്രവാചകനെ പരിചയപ്പെട്ടതും ആ ഇസ്രായേലിൽ ചെന്ന് 7 തവണ യോർദാനിൽ മുങ്ങി സൗഖ്യം പ്രാപിച്ചതും. ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ടെന്നും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടെന്നും നയമാന്റെ ഭാര്യയെ അറിയിച്ചത് ഇസ്രായേലിൽ നിന്ന് അടിമയായി പിടിച്ചുകൊണ്ടുവന്ന ഒരു പെൺകുട്ടിയാണ്. അന്നത്തെ കാലത്ത് ഈ കുഞ്ഞുങ്ങളെ അടിമയായിട്ട് എവിടോട്ടാണ് പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് ആർക്കും പറയുവാൻ കഴിയുകയില്ല. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടാൽ പിന്നെ ആ സ്ത്രീക്ക് ഒരിക്കലും ഈ കുഞ്ഞുങ്ങളെ തിരികെ കിട്ടുകയില്ല. വല്ലാത്തൊരു സാഹചര്യത്തിന് നടുവിൽ വഴിമുട്ടി ഗതിമുട്ടി നിൽക്കുമ്പോൾ, വാതിലുകൾ മുഴുവൻ അടയപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവപുരുഷനായ എലീശായെ കൃത്യമായ സമയത്ത് ആ ഭവനത്തിലേക്ക് ദൈവം അയക്കുന്നു. എന്തിനാണെന്നറിയാമോ? ആ ക്ഷാമകാലത്ത്, ആ കടത്തിന്റെ കാലത്ത്, ആ പ്രതിസന്ധിയുടെ കാലത്ത് ആ കുടുംബത്തെ സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ, കടഭാരങ്ങളെ മാറ്റുവാൻ, ആ വീട്ടിൽ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ. അവിടെ ഞാൻ കാണുന്നു സഹോദരങ്ങളെ, ദൈവത്തിന്റെ കൃത്യമായ സമയം. ഇന്ന് രാത്രിത്തെ മെസ്സേജ് ഏതോ ഒരു കുടുംബത്തോടോ വ്യക്തിയോടോ ആണെന്ന് എനിക്കറിയാം. വിശ്വസിക്കുന്ന വ്യക്തിത്വങ്ങളോടാണെന്ന് അറിയാം. ദൈവത്തിന്റെ റൈറ്റ് ടൈം, ദൈവത്തിന്റെ കൃത്യമായ സമയം, ദൈവത്തിന്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് തലമുറയില്ലാതെ ഭാരപ്പെടുന്ന കുടുംബത്തോട്, വർഷങ്ങളായി തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന കുടുംബത്തോട് ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കേട്ട അബ്രഹാം 100-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം പ്രാപിക്കുമ്പോൾ കൃത്യമായ സമയം, ദൈവത്തിന്റെ സമയം അതായിരുന്നു പ്രിയരെ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് തലമുറകളെ തരും. ജോലിയില്ലാതെ, തൊഴിലില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ കൃത്യമായ സമയത്ത് സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി വാതിൽ തുറക്കും. വർഷങ്ങളായി, മാസങ്ങളായി പല വിവാഹാലോചനകൾ കടന്നു വരുന്നു. നിന്റെ വിവാഹം നടക്കുന്നില്ല. പല ആലോചനകൾ കടന്നു വരുന്നു. എല്ലാ ആലോചനകളും മുടങ്ങിപ്പോകുന്നു. നിന്റെ കുഞ്ഞിന്റെ വിവാഹം നടക്കുന്നില്ല. കൃത്യമായ സമയത്ത്, ആ ദൈവത്തിന്റെ കൃത്യസമയത്ത്, ആ ദൈവത്തിന്റെ കൃത്യസമയത്ത് സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറയ്ക്ക് തക്കതായ ഒരു തുണയെ കൊടുത്ത് മാനിക്കുവാൻ വിശ്വസ്തനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലായിടത്തും ദൈവത്തിന്റെ ആ കൃത്യസമയത്തെ കാണുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നേ. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, നേരമില്ല. ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം, 12-ാം അധ്യായത്തിന്റെ, നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ തുറക്കണം.
അതിന്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ ആദ്യം നോക്കണം. ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് പേസ്റ്റ് ചെയ്ത് ഇടുന്നുണ്ടായിരിക്കാം. അപ്പോസ്തലപ്രവൃത്തി 12-ന്റെ 1-ാമത്തെ വാക്യം ആദ്യം ശ്രദ്ധിക്കണം. എല്ലാം കൂടെ വായിച്ചു തീർക്കരുത് ദയവായി, ഒന്നും മനസ്സിലാകുകയില്ല. 1-ാമത്തെ വാക്യം: ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ ഹെരോദ വാൾ കൊണ്ട് കൊന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം. ഹെരോദ രാജാവ് അപ്പോസ്തലനായ യാക്കോബിനെയും പത്രോസിനെയും തടവിലാക്കി. തലേ ദിവസം യാക്കോബിനെ കഴുത്ത് വെട്ടി കൊന്നു കളഞ്ഞു. നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം പത്രോസിനെ കൊല്ലുവാൻ അവർ തയ്യാറായി. അവനെയും പിടിച്ചു. പെസഹായുടെ അന്ന്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ അന്ന് പിടിച്ചു. എന്നാൽ അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നാം കാണുന്നു, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. ഈ സഭയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സഭയോട് പരിശുദ്ധാത്മ പറയുന്നു, പ്രാർത്ഥിക്കുക. കാരണം സഭയുടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ദൈവത്തിന് പ്രസാദകരമാണ്. സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് സ്തോത്രം. സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ശുശ്രൂഷകരെയും ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കുഞ്ഞുങ്ങളെയും ദൈവസഭയുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഈ വല്ലാത്ത കാലഘട്ടത്തിൽ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഡിനോമിനേഷൻ നോക്കാതെ പ്രാർത്ഥിക്കുക. മർത്തോമയെന്നോ പെന്തിക്കോസെന്നോ ഓർത്തഡോക്സ് എന്നോ കത്തോലിക്ക എന്നോ റീത്തെന്നോ ജ്ഞാനായ എന്നോ CSI എന്നോ ചെറിയ സഭയെന്നോ വലിയ സഭയെന്നോ നോക്കാതെ ദൈവസഭകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ദേശത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദേശത്തിന്റെ മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദേശത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദേശത്തിന്റെ ഐക്യതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ തിരിച്ചറിയണം, ഹെരോദ രാജാവ് ജനത്തിന്റെ മുൻപിൽ പത്രോസിനെ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്ന പത്രോസ് ഉറങ്ങുമ്പോഴും, ഓ ഹല്ലേലൂയ, സഭ ഉറങ്ങുകയല്ലായിരുന്നു. അപ്പോസ്തലൻ ഉറങ്ങുമ്പോഴും സഭ ഉറങ്ങുകയല്ലായിരുന്നു. ഞാൻ ഇതിന്റെ ഇടയിൽ വളരെ സീരിയസ് ആയിട്ട് പ്രസംഗിക്കുമ്പോൾ തമാശ പറയുന്നത് ശരിയല്ലല്ലോ, എങ്കിലും പറഞ്ഞു പോവുകയാണ്. ഇപ്പോഴത്തെ കാലഘട്ടം തിരിച്ചാണ്. അപ്പോസ്തലൻ പാരാത്രി വരെ 3 മണി വരെ 2 മണി വരെ ഉറക്കമുളച്ചിരിക്കുന്നു. സഭ 10:30 പെരയ്ക്കകത്ത് കയറുന്നു. പാസ്റ്റർമാർ ഉൾപ്പെടെ മിക്കവരും 1 മണിക്കുള്ളിൽ അവർ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുന്നു. അപ്പോഴും അപ്പോസ്തലൻ രാത്രി 2:30 മണിക്ക് 3 മണിക്ക് ഉറക്കമുളച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ബൈബിൾ ധ്യാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പോസ്തലൻ ഉറങ്ങുന്നു, റെസ്റ്റ് എടുക്കുന്നു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലന്മാരും പ്രാർത്ഥിക്കണം, എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. ഒരാൾ മാത്രം പ്രാർത്ഥിച്ചാൽ ഒക്കില്ല. പക്ഷെ സഭയുടെ പ്രാർത്ഥന വളരെ ശക്തമാകണം. നമ്മുടെ ചർച്ചിൽ പല പ്രിയപ്പെട്ടവരും രോഗങ്ങളാൽ ഭാരപ്പെടുന്നു, പലരും ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നു, പല കുടുംബങ്ങളും പലവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നുണ്ട്. എല്ലായിടവും ഉണ്ട്. കോവിഡ് എന്ന മഹാവ്യാധികളാൽ ഭാരപ്പെടുന്നവരുണ്ട്. അതല്പമായ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിട്ടുള്ളവരുണ്ട്. എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഞാന് ഇന്നലെ രാത്രിയിലും കർത്താവിന്റെ വചനം ധ്യാനിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ, ഇന്നലെ രാത്രികാലത്തിലും കർത്താവിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു. സഭയ്ക്ക് വേണ്ടി, ഋഷദായ് മിനിസ്ട്രീസിലെ കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് പെട്ടെന്ന് ബൈബിളിനകത്ത്
ഒരു വാചനം, ഒരു ഭാഗം എന്നെ കാണിച്ചു. വിലാപങ്ങളുടെ പുസ്തകം അതിന്റെ 2-ാം അധ്യായം, അതിന്റെ 18-19 വാക്യങ്ങൾ. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സിയോൻ പുത്രിയുടെ മതിലേ, രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കരുത്. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക. രാത്രിയുടെ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കൊക്കെ വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവനിലേക്ക് കൈമലർത്തുക. രാത്രിയുടെ യാമാരംഭങ്ങളിൽ എഴുന്നേറ്റ് ഓലോല കണ്ണുനീർ ഒഴുക്കുന്നവരെ സഭയിൽ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. തിന്നു കുടിച്ച് സുഖമായി കിടന്നുറങ്ങി സമർത്ഥികളുടെ നടുവിൽ കടന്നു പോകുന്ന സഭയെ, ദേശം നശിക്കുമ്പോൾ, പട്ടണം നശിക്കുമ്പോൾ, ജനം വ്യാധികളാൽ രോഗങ്ങളാൽ തകരുമ്പോൾ, കാവൽക്കാരാ രാത്രി എന്താ എന്ന് നിന്നോട് ചോദിക്കുമ്പോൾ, ഇടിവിൽ നിന്ന് മതില് കെട്ടി പ്രാർത്ഥിക്കുവാനുള്ള നീ കൈകെട്ടി കിടന്നുറങ്ങുവാനുള്ളവനല്ല. ഓലോല കണ്ണുനീരൊഴുക്കി രാത്രിയുടെ യാമാരംഭത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവപുരുഷന്മാർക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനുള്ള വ്യക്തിത്വങ്ങളാണ്. ഈ വചനങ്ങളൊക്കെ കേട്ടിട്ടും, ഇത്രയും കേട്ടിട്ടും നീ ഇതിനെ തിരസ്കരിക്കുന്നെങ്കിൽ നീ എഴുതി വെച്ചോ, നിനക്കൊരു ന്യായവിധി ഉണ്ട്. ഇത് ആത്മാവിടപെടുന്നു, ഒരു ന്യായവിധി ഉണ്ട്. സത്യം. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്തോ ഭയങ്കര ഗൗരവമായി ഈ വിഷയത്തെ ആത്മാവ് കൊണ്ടുപോകുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ സംസാരിക്കുന്നത് എന്റെ മൈൻഡോ എന്റെ ബുദ്ധിയോ അല്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിലെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സഭയോട് ഇടപെടുകയാണ്. അതെ, സഭ ശ്രദ്ധയോടുകൂടെ വിഷയത്തെ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു. പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. പത്രോസ് ഉറങ്ങുകയായിരുന്നു. ദൈവവചനം പറയുന്നു, പിറ്റേ ദിവസം പത്രോസിനെ തലവെട്ടിക്കൊല്ലുവാൻ തീരുമാനിച്ച സമയത്ത്, അതിന്റെ തലേ രാത്രിയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട പടയാളികളാൽ കാരാഗൃഹം കാത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് അപ്പോസ്തല പ്രവൃത്തി 12-7 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ദൈവദൂതൻ അവിടെ ഇറങ്ങിയെന്ന് എന്താണെന്നറിയോ? മറുഭാഗത്ത് സഭ ശക്തമായി പ്രാർത്ഥിക്കുകയായിരുന്നു. ശക്തമായി പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവത്തിന്റെ ദൂതൻ കാരാഗൃഹത്തിൽ വെളിപ്പെട്ടു, അറയിൽ കടന്നു, വെളിച്ചം പ്രകാശിച്ചു. പത്രോസിന്റെ വിലാപ്പുറത്തു തട്ടി, എഴുന്നേൽക്ക എന്നവനോട് പറഞ്ഞ് അവനെ ഉണർത്തി. അവന്റെ ചെങ്ങല കൈമേൽ നിന്ന് വീണഴിഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, മണിക്കൂറുകളുടെ ഗ്യാപ്പാണ്, മിനിറ്റുകളുടെ ഗ്യാപ്പാണ്. അസ്തമിച്ച സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഉദയസൂര്യന്റെ കിരണങ്ങൾ വെളിപ്പെടാൻ മിനിറ്റുകളും മണിക്കൂറുകളും ഉള്ള സമയം ബാക്കി നിൽക്കുമ്പോൾ, നേരം വെളുത്താൽ പത്രോസിന്റെ ശിരച്ഛേദനമാണ്. പക്ഷെ ആ ദൈവത്തിന്റെ കൃത്യസമയം നിങ്ങൾ കാണുന്നു. ദൈവത്തിന്റെ ആ കൃത്യമായ സമയം നിങ്ങൾ ശ്രദ്ധിക്കുന്നു. വേണമെങ്കിൽ പത്രോസിനെ ചെങ്ങലയാൽ പിടിച്ചു കെട്ടുമ്പോൾ ദൈവത്തിന് പത്രോസിനെ സേവ് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോയതുപോലെ ദൈവത്തിന്റെ ആത്മാവിന് പത്രോസിനെ എടുത്തോണ്ട് പോകാമായിരുന്നു. അല്ലെങ്കിൽ ദേശാന്തര ശക്തിയുടെ കണ്ണുകളെ തിമിരം പിടിപ്പിച്ചതുപോലെ പിടിക്കാൻ വന്നവന്റെ കണ്ണുകളെയെല്ലാം ദൈവത്തിന് ബ്ലൈൻഡ് ആക്കി കളയാമായിരുന്നു. ഇതൊന്നും ദൈവം ചെയ്തില്ല. കാരണം ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു കൃത്യസമയമുണ്ട്. ദൈവത്തിന് പ്രവർത്തിക്കാൻ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യമായ ഒരു സമയമുണ്ട്. ആ സമയം വെളിപ്പെടണമെങ്കിൽ സഭയുടെ പ്രാർത്ഥന ആവശ്യമാണ്. പ്രിയരെ, പ്രാർത്ഥന ആവശ്യമാണ്. സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിലാപ്പുറത്ത് ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ച് അവനെ കൊണ്ടുപോയി. ചെങ്ങലയൊക്കെ കയ്യിൽ നിന്ന് തന്നെ അഴിഞ്ഞുപോയി. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ചിലരുണ്ടെങ്കിൽ
നമ്മളെയൊക്കെ കവർ ചെയ്ത് പിടിക്കാൻ ചിലരുണ്ടെങ്കിൽ ആരൊക്കെ എവിടെയൊക്കെ എന്നൊക്കെ ഇട്ട് ബന്ധിച്ചെന്ന് പറഞ്ഞാലും അതൊക്കെ തന്നെ അഴിഞ്ഞു പോവും. പക്ഷെ പലരും അത് മറന്നുപോയിട്ടുണ്ട്. ദൈവസഭയിൽ വന്നവർ, പ്രാർത്ഥിച്ചവർ, ദൈവസന്നിധാനത്തിൽ വന്നവർ, എത്രയോ ദിവസങ്ങളിൽ, എത്രയോ പ്രാർത്ഥനകളിൽ, എത്രയോ വചന ശുശ്രൂഷകളുടെ നടുവിൽ നിന്നെ തകർത്ത് കളയാൻ ശത്രു ഒരുക്കിയ പദ്ധതികൾ സഭകളിൽ നടന്ന ശുശ്രൂഷകളിലും ആരാധനയിലും ദൈവം പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. എത്രയോ സന്ദർഭങ്ങളിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ നീ പോലും അറിയാതെ ശത്രു നിനക്ക് ഒരുക്കി വെച്ച എത്രയോ കെണികളെ ദൈവം പൊട്ടിച്ചിട്ടുണ്ട്. മറന്നുപോയി പലരും. മറക്കരുത് പ്രിയരെ. അവൻ അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചെയ്തു. വസ്ത്രം പുതച്ചു, എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ കാണേണ്ട ഒരു സംഭവം അതിന്റെ 11-ാമത്തെ വാക്യമാണ്. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് വാസ്തവമായി ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ദുഷ്ടന്റെ സകല പ്രതീക്ഷകളിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ച കൃത്യസമയം. ശത്രുവിന്റെ സകല പ്രതീക്ഷകളിൽ നിന്നും ദൈവം എന്നെയും നിങ്ങളെയും വിടുവിച്ച കൃത്യസമയം. ഓ, താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ഹോളി ഗോസ്റ്റ്. പിശാച് നിങ്ങൾക്കെതിരെ ടാർഗറ്റ് ചെയ്ത പല തിന്മകളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിച്ച റൈറ്റ് ടൈം. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയുന്നു യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം കൃത്യമായ സമയത്ത് പീറ്ററിനെ, പത്രോസിനെ വിടുവിപ്പാനിടയായി. ഇന്ന് രാത്രിയിലും നിങ്ങൾ ഈ ഭാഗത്ത് ദൈവത്തിന്റെ കൃത്യസമയം കാണുന്നുണ്ടോ? ദൈവത്തിന്റെ ആ കൃത്യമായ ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈമിംഗ് നിങ്ങൾ കാണുന്നുണ്ടോ? ചെങ്കടലിന്റെ നടുവിൽ നിങ്ങളത് കാണുന്നുണ്ടോ? ബെഥേസ്ദ കുളക്കരയിൽ നിങ്ങളത് കാണുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മോറിയ മലയിൽ നിങ്ങളത് കാണുന്നുണ്ടോ? സാരാപത്തിലെ വിധവയുടെ വിഷയത്തിൽ നിങ്ങൾ കാണുന്നുണ്ടോ? പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചുകൊണ്ടുപോകാൻ നിൽക്കുന്ന ആ വേളകളിൽ നിങ്ങൾ കാണുന്നുണ്ടോ? പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ കാരാഗ്രഹത്തിന്റെ അകത്ത് നേരം പുലരുവാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ രാത്രിയുടെ യാമത്തിൽ സഭയുടെ പ്രാർത്ഥനയുടെ നടുവിൽ തന്റെ ദാസനെ വിടുവിച്ച ദൈവത്തെ നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സമയമല്ല ദൈവത്തിന്റെ സമയം. നിങ്ങളുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ അപ്പുറമാണ് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ. നിങ്ങളുടെ വഴികളെക്കാൾ അപ്പുറമാണ് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളെ കുറിച്ചുള്ള അവന്റെ വിചാരങ്ങൾ വലുതാകുന്ന പ്രിയരെ.